ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അലിക്കാട് ബർത്ത്ഡേയുടെ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ തലേ ദിവസത്തതും പിറ്റേ ദിവസത്തതും വീഡിയോ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് കേക്കാണ്. ഒന്ന് ട്രസ്ലെച്ചസും പിന്നെ ഒന്ന് 5-in-1 ടോട്ടേ കേക്കും. അപ്പോൾ അതിനുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ബേക്കിംഗ് സോഡയും സോൾട്ടും എടുത്തിട്ട് അതൊന്ന് നന്നായി അരിച്ചെടുക്കുക. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. അത് രണ്ടും റൂം ടെമ്പറേച്ചറാണ് കേട്ടോ. കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഷുഗർ, അത് പൊടിച്ചതാവാം പൊടിക്കാത്തതാവാം, അപ്പോൾ ഏതാച്ചാൽ രണ്ടും എടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ബീറ്റായി വന്നാൽ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ബീറ്റായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച വറ്റി ഇൻഗ്രീഡിയൻസ് 3 ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരു പാൻ വെച്ച് അതിൻ്റെ മേലെ ഈ പാൻ വെച്ച് ഒന്ന് അടച്ചു വെക്കുക. ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്ക് കേക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. ഈ കേക്കിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒക്കെ കളഞ്ഞിട്ട് ഞാനൊരു ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്കും അതിലേക്ക് 1/3 കപ്പ് മിൽക്ക് മെയ്ഡും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മിൽക്ക് നമുക്ക് ഈ കേക്കിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി സോക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായി നല്ല സ്റ്റിഫാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പൈപ്പ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഏത് രീതിയിലാണ് വേണ്ടത് അതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മേലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. അതിനൊന്ന് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ ഒന്ന് ഇട്ടിട്ട് പിന്നെ ക്ലിങ് ഫിലിം യൂസ് ചെയ്തിട്ട് അതിനൊന്ന് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. നെക്സ്റ്റ് കേക്കായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 5-in-1 ടോട്ട കേക്കാണ്. ജസ്റ്റ് ഒരു പരീക്ഷണം. കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബൂസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിനെ ആ ടിന്നിലോട്ട് മാറ്റി അതിനെ കേക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. പിന്നെ വിപ്പിംഗ് ക്രീം നേരത്തെ ബാക്കി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ന്യൂട്ടെല്ലയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വിപ്പിംഗ് ക്രീമും ന്യൂട്ടെല്ലയും കൂടിയിട്ടുള്ള മിക്സാണ്. എന്നിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തേക്കും ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. അടുത്ത മിക്സ് ഉണ്ടാക്കുന്നവരെ അടുത്ത മിക്സിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ന്യൂട്ടെല്ലയും പിന്നെ കുറച്ച് ബദാം പൊടിച്ചതും കുറച്ച് വിപ്പിംഗ് ക്രീമുമാണ്. എന്നിട്ട് അതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് ആട്ടോ നമ്മൾ തേർഡ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേർഡ് ലെയറും റെഡിയായി. ഇനി ഫോർത്ത് ലെയറായിട്ട് ഞാൻ ജസ്റ്റ് ന്യൂട്ടെല്ല മാത്രം ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ഫോർത്ത് ലെയർ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒരു ന്യൂട്ടെല്ല മാത്രം എടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ന്യൂട്ടെല്ല യൂസ് ചെയ്തെന്നുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബൂസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ലെയറായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ഒന്നെടുത്ത് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് കേക്കും ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. കാര്യമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമില്ല, ഒരു ടീഷർട്ടും പിന്നെ ഒരു വാച്ചിൻ്റെ സെറ്റും പിന്നെ ഒരു ചോക്ലേറ്റും അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് എൻ്റെ മിച്ചുൻ്റെ വക ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ അയൽക്കാന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി ജസ്റ്റ് വെറുതെ അങ്ങനെ അതും കൂടെ വെച്ച് കൂടെ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടോ. അങ്ങനെ ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ചു പാർക്കിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ അവിടെ അടുത്തുള്ള പാർക്കിലോട്ട് തന്നെ പോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മിച്ചുൻ്റെ പാർക്കിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോന്നു. ഇനി എൽക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈം ആട്ടോ. ഇതെന്നെ എനിക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സ്പ്രഷൻ കണ്ട് മനസ്സിലായില്ല. ഇനി അടുത്ത മിച്ചുൻ്റെ സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ അലിക്ക. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നെക്സ്റ്റ് സർപ്രൈസ് ആയിട്ട് കേക്ക് കിട്ടോ. കേക്ക് കട്ടിങ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കേക്ക് കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ വന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. കേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഇതും വാച്ച് തന്നെയെന്ന് ഗിഫ്റ്റ് കണ്ടപ്പോൾ അത് ഇതുകൊണ്ടാണ് സൗദ കൊടുത്തിരുന്നത്. അരിക്കാക്ക് വാച്ച് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ബീഫ് കറി വെക്കാം, പിന്നെ നെയ്ച്ചോറ് വെക്കാം, അങ്ങനെ കുറച്ച് പ്ലാൻ. അപ്പോൾ
എന്തോ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അവർക്ക് പള്ളി പോകുന്നതിനേക്കാൾ മുന്നേ. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ പോകുന്നു. വന്നാൽ എനിക്ക് ഫ്രഷായി പള്ളിയിൽ പോവാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബീഫ് കറിക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ച് കറിയെല്ലാം കുക്കറിലാക്കി നെയ്ച്ചോറൊക്കെ റെഡിയാക്കി അതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് പിന്നെ പപ്പടം പൊരിക്കുന്ന ടൈമിൽ മിച്ചുവിന് പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. രണ്ടാളും കൂടി പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് അപ്പോഴേക്ക് കറി ഓൾമോസ്റ്റ് റെഡിയായി, ചോറും റെഡിയായി. പിന്നെ ലിവർ ഉണ്ടായിരുന്നു, അത് മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി കേട്ടോ. നെയ്ച്ചോറുണ്ടായിരുന്നു, ബീഫ് കറി, പിന്നെ അച്ചാർ, സലാഡ്, ലിവർ ഫ്രൈ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ബാക്കി എടുത്ത് കഴിക്കുക കേട്ടോ. ഈ കേക്ക് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കഴിച്ചു. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു. ഫ്രൈഡേ അല്ലേ, അപ്പോൾ നേരെ ഷോപ്പിങ്ങിനാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ ആദ്യം പോയത് ഉമ്മാക്ക് ഷൂ നോക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അവിടുന്ന് ഒന്ന് ഇഷ്ടപ്പെട്ട് ഇത് നോക്കേണ്ടത്, ഇത് സ്ഥിരമാണ്, അവൾക്ക് ഹീലിൽ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ പോയാലും അതൊന്ന് ഇട്ട് നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഹൈ സിറ്റി പോയിട്ടോ. അങ്ങനെ നല്ല കോടയുള്ള ടൈമിലാട്ടോ നമ്മൾ പോയത്. ശരിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും കോട ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളായിട്ട് നടക്കുകയായിരുന്നു. ഫ്രൈഡൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ മെയിനായിട്ട് കോഫി ഷോപ്പുകൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവിടുന്ന് ഒന്നും കൂടെ ഹൈറ്റിലോട്ട് പോയാൽ നല്ല വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഈ ഒരു അവസ്ഥയുണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റണില്ല. താഴേക്ക് നോക്കിയാൽ മറ്റേ നമുക്ക് ചുരത്തിലത്തെ റോഡൊക്കെ കാണാമായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു അത്. ശരിക്കും അതൊന്നും കാണാൻ പറ്റണമായിരുന്നില്ല, അത്രയും കോടയായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കോടൊക്കെ പോയി തുടങ്ങി കേട്ടോ. നോർമൽ ഒരു ടൈമായി തുടങ്ങി. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. പിന്നെ പോരുന്ന വഴിയിൽ അവിടെ തന്നെ ഉള്ള ഒരു ഗെയിമിൻ്റെ ഇതിൽ മിച്ചുവിന് കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.